എത്ര ചപ്പാത്തിയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഇച്ചിരി തള്ളാണ് കേട്ടോ. എത്ര ചപ്പാത്തിയല്ല, എന്നാലും ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പണ്ട് ചപ്പാത്തി കമ്പനി പോയിട്ടുണ്ടാകുന്നു. അങ്ങനെയല്ല, പയറ്റി പയറ്റി പഠിച്ചതാണ്. പണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കില്ലേ, അറക്കവാൾ കൊണ്ട് മുറിച്ചാൽ പോലും മുറിയില്ലായിരുന്നു, അതേപോലെ ഇരുന്നേച്ചത്. പിന്നെ ഞാനത് ചെയ്ത് 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 പഠിച്ചെടുത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിൽ കുറച്ചധികം പേര് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സോഫ്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടിയെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടനവധി ആൾക്കാർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഗോതമ്പൊടി എടുക്കുക. ഞാൻ കുറച്ച് ഉപ്പുവെള്ളമാണ് കേട്ടോ തളിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കൈകൊണ്ട് ഇടാം. എനിക്ക് ആ കൈ കണക്ക് കിട്ടാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഉപ്പ് നീരായിട്ട് തളിച്ച് കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അരമണിക്കൂർ പറ്റില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെച്ചേക്കണേ. എന്നിട്ട് ഉരുളകളാക്കി പരത്തി ഹൈ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തീ അങ്ങോട്ട് കൂട്ടി വയ്ക്കാൻ പറയുമ്പോൾ ചപ്പാത്തി കരിച്ചെടുക്കരുത്. ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ചപ്പാത്തി പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തിക്ക് കുറച്ച് ലൂസായിട്ടും പൂരിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചപ്പാത്തി ഉണ്ടാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടെന്നല്ലേ ഇനി പറയാൻ വേണ്ടി പോണത്.